MMTയുടെ ആട് 3 ആട് സീരീസിലെ ഏറ്റവും വലിയ സിനിമയാണ് ആട് 3. മാർച്ച് 19-നാണ് പടം വേൾഡ് വൈഡായി റിലീസിനെത്താൻ പോകുന്നത്. റിലീസൊക്കെ ഇനി അടുത്ത് ഇനി കറക്റ്റ് ഒരു മാസം കൂടിയുള്ളൂ. ആട് 3 റിലീസിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി. പടത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനിയും സിംഗിൾസ്, ടീസർ, ട്രെയിലർ അങ്ങനെ ബാക്ക് ടു ബാക്ക് അപ്ഡേറ്റ്സ് വരാൻ പോവാണ്. ദുരന്തറിനോടും ടോക്സിക്കിനോടും കട്ടയ്ക്ക് പിടിച്ചിരിക്കാൻ നമ്മുടെ പാപ്പനുണ്ടായിരിക്കും. സേവൻ ശിവകാർത്തികന്റെ സേഫ് സോണിൽ വരുന്ന ശിവകുമാർ മുരുകേശൻ പടമാണ് സേവൻ. കഴിഞ്ഞ പടങ്ങളിൽ താഴെ പോയ ഗ്രാഫ് പൊക്കിക്കൊണ്ടുവരാനുള്ള ശിവകാർത്തികന്റെ ഫാമിലി ഓഡിയൻസിന് ഇളക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പിക്കൽ തമിഴ് ഭക്തി പടം. വലിയ ക്യാൻവാസിലാണ് ഈ പടം വരുന്നത്. രാജ്കമൽ ഫിലിം ഇന്റർനാഷണൽ ആണ് ഈ പടം നിർമ്മിക്കുന്നത്. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ശിവകാർത്തികന്റെ സേവൻ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ നമ്മുടെ ദിലീപ് ഏട്ടനും എത്തുന്നുണ്ട്. അപ്ഡേറ്റ് ഏകദേശം കൺഫേം ആണ്. അടുത്തത് ഒരു ദിലീപ് സിനിമയാണ്. ഇപ്പൊ വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് ഈ പടം സംഭവിക്കുകയാണെങ്കിൽ വരാൻ പോകുന്നത് ഒരു വലിയ ദിലീപ് സിനിമയാണ്. തരുൺ മൂർത്തി ഡയറക്ഷനിൽ ഒരു ദിലീപ് സിനിമ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോ അപ്ഡേറ്റ് വരുന്നത്. തരുൺ മൂർത്തിയുടേതായി അടുത്തതായി വരാൻ പോകുന്ന പടം ടോർപേഡോ ആണ്. പിന്നെ L366, അതും കഴിഞ്ഞ് ഓപ്പറേഷൻ ജാവയുടെ യൂണിവേഴ്സിൽ വരുന്ന പൃഥ്വിരാജ് പടം ഓപ്പറേഷൻ കംബോഡിയ, അതും കഴിഞ്ഞ് തരുൺ മൂർത്തി ഡയറക്ഷനിൽ വരുന്നത് ഒരു ദിലീപ് സിനിമ ആയിരിക്കും. പടത്തിനുള്ള ഡിസ്കഷൻസ് ഒക്കെ ഇപ്പോ നടന്നു വരികയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൂര്യയുടെ അടുത്ത പടങ്ങൾ: കറുപ്പ് RJ ബാലാജി ഡയറക്ഷൻ, സൂര്യ 46 വെങ്കി അത്ലൂരി ഡയറക്ഷൻ, സൂര്യ 47 ഒരു ജിത്തു മാധവൻ പടം. ഈ 3 പടങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന അടുത്ത 3 സിനിമകൾ: സൂര്യ 48, സൂര്യ 49, സൂര്യ 50. ഈ 3 പടങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഈ 3 സിനിമകളുടെ ചർച്ചകൾ ഇപ്പോൾ അണിയറയിൽ നടക്കുവാണ്. ഈ 3 പടങ്ങൾക്ക് വേണ്ടി 10ഓളം ഡയറക്ടേഴ്സ് ആണ് സൂര്യയോട് വന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഡയറക്ടേഴ്സിന്റെയൊക്കെ ലിസ്റ്റ് ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. പ്രദീപ് രംഗനാഥന്റെ ഡ്രാഗൺ സിനിമയുടെ ഡയറക്ടർ അശ്വന്ത് മാരിമുത്ത്, പാർക്കിങ്ങിന്റെ ഡയറക്ടർ രാംകുമാർ, ടൂറിസ്റ്റ് ഫാമിലി സിനിമയുടെ ഡയറക്ടർ അഭിഷൻ ജീവിന്ദ്, മാരി സെൽവരാജ്, പിന്നെ മലയാളം ഡയറക്ടേഴ്സ് ആയിട്ടുള്ള നഹാസ് ഹിദായത്ത്, രാഹുൽ സദാശിവൻ, പിന്നെ നമ്മുടെ ബേസിൽ ജോസഫും ഉണ്ട്. സൂര്യയുടെ അടുത്ത 3 പടങ്ങൾക്കായി ഇത്രയും ഡയറക്ടേഴ്സ് വന്ന് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഉറപ്പായിട്ടും ഇവരിൽ ആരെങ്കിലും ഒക്കെ ലോക്കാവും. AK64 അജിത് കുമാറിനെ നായകനാക്കി ഗുഡ് ബാഡ് അഗ്ലിക്ക് ശേഷം ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ് AK64. അനിരുദ്ധാണ് പടത്തിന്റെ മ്യൂസിക്. പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ അവസാന സ്റ്റേജിലാണ്. തല റേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പടത്തിന്റെ അനൗൺസ്മെന്റ് ടീസറിന്റെ ഷൂട്ടാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് പടത്തിന്റെ കാസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ്. തലയെ കൂടാതെ ഈ പടത്തിൽ വേറെയും 2 തലകൾ കൂടി വരുന്നുണ്ട്, അതും മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്ന്. അതിലൊന്ന് സഞ്ജയ് ദത്താണ്. പടത്തിൽ വില്ലനായി വരുന്നത് സഞ്ജയ് ദത്താണ്. അടുത്തത് ഇങ്ങ് മലയാളത്തിൽ നിന്നും നമ്മുടെ ലാലേട്ടനാണ്. AK64 സിനിമയിൽ തലയ്ക്കൊപ്പം ഒരു പ്രധാന വേഷത്തിൽ നമ്മുടെ ലാലേട്ടൻ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. രജനി കമൽ പടം: വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ സ്റ്റാർ രജനികാന്തും ഉലകനായകൻ കമൽഹാസനും ബിഗ് സ്ക്രീനിൽ ഒരുമിച്ചെത്താൻ പോകുന്ന പടം ഇപ്പോൾ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു. പടം ഡയറക്ട് ചെയ്യുന്നത് നെൽസൺ ആണ്. അനിരുദ്ധാണ് പടത്തിന്റെ മ്യൂസിക്. റെഡ് ജയന്റ് ആണ് പടം നിർമ്മിക്കുന്നത്. പടത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസർ നാളെ 12/7 പുറത്തുവിടും. 3 മിനിറ്റും 49 സെക്കൻഡുമാണ് ടീസറിന്റെ ഡ്യൂറേഷൻ. ദൃശ്യം 3 ഏപ്രിൽ 2 വേൾഡ് വൈഡ് റിലീസിനെത്താൻ പോകുന്ന സിനിമയാണ് ദൃശ്യം 3. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ബിൽഡപ്പ് ഇട്ട് തരേണ്ട കാര്യമില്ല. വലിയ ബ്രഹ്മാണ്ഡ സിനിമയൊന്നും അല്ലെങ്കിലും മലയാളത്തിന്റെ വലിയ സിനിമയാണ്. ഏപ്രിൽ 2 പടം റിലീസിനെത്തുന്നതെങ്കിലും പടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. എമ്പുരാനെയൊക്കെ പോലെ വലിയ റിലീസായിട്ടാണ് പടം വരാൻ പോകുന്നത്. ഏപ്രിൽ 2 കേരളത്തിലെ 95% മുകളിൽ വരുന്ന തിയേറ്ററുകളിലാണ് പടം റിലീസാവാൻ പോകുന്നത്. എമ്പുരാന് ശേഷം ഒരു മലയാള സിനിമ ഇടാൻ പോകുന്ന ഏറ്റവും വലിയ കേരള FD, വേൾഡ് വൈഡ് FD ദൃശ്യം 3 ആയിരിക്കും. ലോക്കി സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി ലോകേഷ് കനകരാജ് എഴുതി ഭാഗ്യരാജ് കണ്ണൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് ബെൻസ്. ലോറൻസ് മാസ്റ്റർ, നിവിൻ പോളി എന്നിവരാണ് ഈ പടത്തിൽ ലീഡിൽ വരുന്നത്. ഇവരെ കൂടാതെ LCയിലുള്ള പല ക്യാരക്ടേഴ്സും ബെൻസിലുണ്ട്. ഇൻക്ലൂഡ് അർജുൻ ദാസ്, വിജയ് സേതുപതി, ജോർജ് മരിയൻ. ഇപ്പോ ഈ പടത്തിലൂടെ LCയിലേക്ക് മറ്റൊരു എൻട്രി കൂടി എത്തിയിട്ടുണ്ട്. ആക്ടർ രവി മോഹൻ, നമ്മുടെ ജയൻ രവി ഇപ്പോ ബെൻസിൽ ജോയിൻ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൈദി തിരുമ്പവും ആരംഭിക്കാൻ പോകുന്നു. കൈദി 2ന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. LCയിൽ നിന്നും ദില്ലിയുടെ ഒരു ടീസർ വരാൻ പോവാണ്. കൈദിയുടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഡ്രീം വാരിയസ് പിക്ചേഴ്സ് ഇന്നലെ ദില്ലി എന്ന ടൈറ്റിലില് ഒരു ചെറിയ 30 സെക്കൻഡ് ടീസർ സെൻസർ ചെയ്തിട്ടുണ്ട്. ഇത് LCയിൽ നിന്നുള്ള ഒരു ടീസർ ആണെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് കൈദി 2 ടൈറ്റില് ദില്ലി എന്നായിരിക്കുമെന്ന്. അതിപ്പോ കൺഫേം ആയിട്ടുണ്ട്. ഇന്നലെ സെൻസർ ചെയ്തെങ്കിലും ടീസർ റിലീസ് എന്താണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ഉടനെ കാണുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു ടീസർ സെൻസർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോ ഇതിന്റെ വ്യക്തമായിട്ടുള്ള അപ്ഡേറ്റുമായിട്ട്
വീണ്ടും വരാം.